സ്ത്രീകൾ വരെ വന്ന് ഇവിടെ വന്ന് കരിക്ക് ജപിച്ച് കഴിച്ച് സന്താനം ലഭിച്ച് ആ സന്താനത്തിനെ കൊണ്ട് ഇവിടെ തൂക്കം നടത്തുന്ന പതിവുണ്ട്. ഒരു ഡോക്ടർ ദമ്പതികൾക്ക് 7-8 കൊല്ലമായിട്ട് കുട്ടികളില്ലായിരുന്നു. അപ്പം നിങ്ങളൊരു നേർച്ച നേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നേർന്നു. കഴിഞ്ഞ കൊല്ലം 2 കുട്ടികൾ, ഇരട്ട കുട്ടികൾ ജനിച്ചു. അവർക്ക് വലിയ സന്തോഷമാണ്. പുറക്കാൽ തറവാട്ടിലെ കിണറ്റിൽ നിന്നാണ് ദേവിയെ നമുക്ക് ലഭിക്കുന്നത്. അതൊരു അടക്കയുടെ രൂപത്തിൽ നിന്നാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അടക്കി മുറിച്ചപ്പോൾ അതിനകത്ത് സാളഗ്രാമം ഉണ്ടായിരുന്നെന്നും നമ്മുടെ പൂർവികനായിട്ടുള്ളൊരു മാന്ത്രികൻ സാളഗ്രാമം ചെപ്പിലാക്കി മുടി ഉണ്ടാക്കിയെന്നാണ് ഐതിഹ്യം. 3-ാം ഉത്സവ ദിവസം മുതൽ തൂക്കത്തിൻ്റെ അന്ന് വരെ തൂക്ക നേർച്ചക്കാർ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ തങ്ങുകയും ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഉച്ചക്കുള്ള ഉച്ചഭക്ഷണം, അത്താഴം എല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. നിസ്സന്തതികളായ ഏറെ ആളുകൾ ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുകയും ഇവിടുത്തെ പ്രസാദം കഴിച്ച് കുട്ടികൾ ജനിച്ച നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മക്കളെ ചേർത്ത് പിടിക്കുന്ന ഭദ്രയായും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന രുദ്രയായും ദേവി ഒറ്റ ശ്രീകോവിൽ കുടികൊള്ളുന്ന ഒരു അപൂർവ ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെ, കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. തമിഴ് മണ്ണിന്റെയും മലയാളക്കരയുടെയും അതിർത്തിയിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് ഒരുപാട് കഥകളും ചരിത്രങ്ങളും പറയാനുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പുറക്കാൽ കിണറിൽ നിന്നാണ് ദേവിയുടെ ഉത്ഭവം എന്നാണ് മൂലസ്ഥാനം. അവിടെ നിന്നാണ് ദേവി ഉണ്ടായത്. അവിടെ നിന്ന് കാലാന്തരത്തിൽ മുടിയായി പരിചയിച്ച് അവിടെ നിന്ന് ആ കിണറ്റിൽ നിന്ന് കിട്ടുന്ന സാളഗ്രാമത്തിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിലെ തുടക്കമെല്ലാം സംഭവിച്ചിരിക്കുന്നത്. മെയിനായിട്ട് അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭീഷ്ടവരതായ സന്താനദായകയാണ്. സന്താനം ലഭിക്കാത്തവരെല്ലാം ഇവിടെ വന്ന് ഇളനീർ ജപിച്ച് കഴിച്ചതിന് ശേഷം അവർക്ക് സന്താനം ഉണ്ടാവുകയും ആ സന്താനത്തിന് കൊല്ലങ്കോട്ടമ്മയ്ക്ക് തൂക്ക വഴിപാടായിട്ട് നടത്തുകയും ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്ന ചടങ്ങ്. 64 മുദ്രയോടുകൂടിയുള്ള കൗളമാർഗത്തിലെ പൂജാക്രമമാണ് ഇവിടെ നടക്കുന്നത്. തികച്ചും താന്ത്രികത്തിൽ നിന്ന് വിഭിന്നമായി കൗളത്തിൻ്റെ അഗാധകലയിലുള്ള പൂജാക്രമങ്ങൾ, അത് ഭദ്രകാളി, ബാക്കി കാളിയുടെ ഉപദേവതകൾ ഇതൊക്കെ നടക്കുന്നതാണ്. 12 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന പർണേറ്റ് നടക്കുന്ന ഉച്ചബലിയാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങ്. ആണ്ടുതോറും നടക്കുന്ന തൂക്കവും മറ്റൊരു ചടങ്ങാണ്. കൊല്ലങ്കോട് തൂക്കത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൽസന്താന ലബ്ധിക്കായി നടത്തുന്ന വിശിഷ്ടമായ വഴിപാടാണത്രേ ഇത്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അമ്മയ്ക്ക് മുന്നിൽ തൂക്കുനേർച്ചയ്ക്കായി എത്തിച്ചേരുന്നത്. ദേവിയുടെ വാഹനമായ വേതാളമായാണ് തൂക്കുവില്ല് കരുതപ്പെടുന്നത്. ഏകദേശം 45 അടി ഉയരമുള്ള പ്രത്യേക രീതിയിൽ നിർമ്മിച്ച തടി കൊണ്ടുള്ള വില്ലിലാണ് തൂക്കം നടക്കുന്നത്. മീനമാസത്തിലെ ഭരണി നാളിലാണ് ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം നടക്കുന്നത്. ഈ ക്ഷേത്രം ഒരു 500 ആണ്ടുകളായിട്ട് നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിൽ ഉള്ള ഉത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തൂക്കമാണ്. ഈ തൂക്കം എന്നത് ഇവിടെ നടക്കുന്നത് പോലെ തൂക്കം വേറെ ഒരു സ്ഥലത്തും ഇന്ത്യയിലോ ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. 42 അടി നീളമുള്ള 2 വില്ലുകളും അത് ഒരു രഥത്തിൽ ഘടിപ്പിച്ച് 4 കുട്ടികളും 4 തൂക്കക്കാരുമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവരും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഈ തൂക്കത്തിൽ നിന്ന് കാണാൻ സാധിക്കും. സന്തതി ഭാഗ്യമില്ലാത്ത ആളുകൾ, അതേപോലെ കുട്ടികളുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയും ഒക്കെയാണ് സാധാരണ ഇവിടെ തൂക്ക നേർച്ച നടത്തുന്നതും കുട്ടികളെ തൂങ്ങുന്നത്. നിസ്സന്തതികളായ ഏറെ ആളുകൾ ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുകയും ഇവിടുത്തെ പ്രസാദം കഴിച്ച് കുട്ടികൾ ജനിച്ച നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കൊല്ലം തന്നെ നാഗർകോവിലുള്ള ഒരു ഡോക്ടർ ദമ്പതികൾക്ക് 7-8 കൊല്ലമായിട്ട് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ കൊല്ലം ഇവിടെ വന്ന് ഒരു ക്ഷേത്ര ദർശനത്തിന് വരികയും നമ്മുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് ഇത് പറയുകയുണ്ടായി. അപ്പം നിങ്ങളൊരു നേർച്ച നേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നേർന്നു. കഴിഞ്ഞ കൊല്ലം 2 കുട്ടികൾ, ഇരട്ട കുട്ടികൾ ജനിച്ചു. അവരുടെ തൂക്കം കഴിഞ്ഞ പ്രാവശ്യം വളരെ മംഗളമായിട്ട് നടത്തി. അവർക്ക് വലിയ സന്തോഷമാണ്, അവർക്ക് ഏറെ വിശ്വാസമാണ്. നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയായല്ലോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ വിശ്വാസമാണ്. പിന്നെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഈ സ്ഥലത്ത്
തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ജാതി മതസ്ഥരും പങ്കുകൊള്ളുന്ന ആരാധിക്കുന്ന ഒരു മൂർത്തിയായിട്ട് ഒരു ക്ഷേത്രമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും തന്നെ നമുക്ക് പറയാം, നമ്മളെ ഈ ക്ഷേത്രത്തിൽ തൂക്കം തൂങ്ങുന്നതിൽ ഒരു നല്ല ഭാഗം മറ്റ് മതസ്ഥരായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവർ മതം പറയില്ലെങ്കിലും അവർ നേർച്ചക്കാരെ കാണുമ്പോഴും അവരുടെ രീതി കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ നമുക്കിവിടെ കുറച്ച് കാലമായിട്ട് അന്നദാനം നടത്തുന്നൊരു മുസ്ലിം ദാമധാരിയാണ്. തൂക്കത്തിൻ്റെ അന്നുള്ള ഭക്ഷണം അന്നദാനം ചെലവ് ചെയ്യുന്ന ഒരു മുസ്ലിം നാമധാരിയാണ്. ഇതേപോലെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത, എല്ലാവർക്കും പ്രവേശനവും എല്ലാവർക്കും ആരാധന സ്വാതന്ത്ര്യവും എല്ലാവർക്കും വിശ്വാസം. ഏറ്റവും കൂടുതൽ പ്രാധാന്യപ്പെട്ട കാര്യം വിശ്വാസമാണ്. എല്ലാവർക്കും അതിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രം ഒരു പല പഴയ റെക്കോർഡുകളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു 500 കൊല്ലത്തിന് മുമ്പ് ഈ ക്ഷേത്രം ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ ഡോക്ടർ അബ്ബാസ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ മിഷണറി, അദ്ദേഹം തൻ്റെ തിരുവിതാംകൂറിൻ്റെ 25 കൊല്ലം എന്നുള്ള ഒരു പുസ്തകത്തിൽ നമ്മുടെ തൂക്കത്തിനെ പറ്റി ഉള്ള റെഫറൻസ് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ ഈ പല ആണ്ടുകളായിട്ട് നടക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രാവശ്യം നമ്മുടെ തൂക്കത്തിന് വേണ്ടി ഒരു ഉദ്ദേശം നമ്മൾ 1500 തൂക്കത്തോളം പ്രതീക്ഷിക്കുന്നു, നേർച്ചക്കാർ പ്രതീക്ഷിക്കുന്നു. തൂക്കം ഒരു നേർച്ച, മറ്റത് കുത്തിയോട്ടം, താലപ്പലി, നടക്ക്, മണം വയ്ക്കൽ, ഇങ്ങനെ പല പല നേർച്ചകളുണ്ട്. ഇതിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തர்கள் ഈ തമിഴ്നാടിൻ്റെ തെക്കൻ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തു നിന്നും ഈ ഉത്സവത്തിൽ പങ്കുകൊള്ളുന്നു. തമിഴ്നാടിൻ്റെ വടക്കൻ ഭാഗത്തുകളിൽ വരെ, മദ്രാസിൽ നിന്ന് വരെ ഇവിടെ സന്ദർശകർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. തൂക്ക ഉത്സവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിവിടെ വന്ന് 10-ാം ഉദയത്തിൻ്റെ അന്ന് ഇവിടെ ഒരു പൊങ്കാല നേർച്ച ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് ആയിരക്കണക്കിന് സ്ത്രീകൾ, ഇതിന് പൊങ്കാല ഇടുന്ന സ്ത്രീകളാണ്. പൊങ്കാല ഇടുന്നുണ്ട്, നേർച്ച നടത്തുന്നുണ്ട്. ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഡോക്ടറുടെ കീഴിൽ വിദഗ്ധമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലെ തന്നെ തൂക്കക്കാരെ ഇവിടെ സെലക്ട് ചെയ്യാറുള്ളത്. അതിനുശേഷം നമ്മളിവിടെ 7 ദിവസവും 3-ാം ഉത്സവ ദിവസം മുതൽ തൂക്കത്തിൻ്റെ അന്ന് വരെ ഈ തൂക്ക നേർച്ചക്കാർ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ തങ്ങുകയും രാവിലെ മുതൽ കുളിച്ച് നമസ്കാരം നടത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഉച്ചക്കുള്ള ഉച്ചഭക്ഷണം, രാത്രിയുള്ള അത്താഴം എല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇതിൽ പലതരത്തിലുള്ള ആൾക്കാർ, പലതരത്തിലുള്ള പ്രൊഫഷൻസിലുള്ള ആൾക്കാർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതുപോലെ തന്നെ എല്ലാതരം ആൾക്കാരും, എല്ലാത്തരം സംസ്കാരത്തിലുള്ള ആൾക്കാരുമുണ്ട്. മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും, എല്ലാ ജാതിയിലും, എല്ലാ മതത്തിലും, എല്ലാ ഭാഷയിലും ഉൾപ്പെട്ട ആൾക്കാർ ഒരേ രീതിയിൽ വന്ന് താമസിച്ചാണ് നമ്മളിവിടെ നമസ്കാരം നടത്താറുള്ളത്. തൂക്കത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭദ്രകാളി ദാരികവധം കഴിഞ്ഞ് തിരിച്ച് അച്ഛനായ ശിവനെ ദർശിക്കാൻ വരുമ്പോൾ ആ കോപാകുലനായ വരുന്ന ദേവിയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദീശ്വരനും ഗണപതിയും സന്താനങ്ങളായിട്ട് കൈലാസത്തിൻ്റെ കവാടത്തിൽ കിടന്നുവെന്നും ആ കുട്ടികളെ മാറോടെടുത്ത് അമ്മ മുലയൂട്ടി എന്നുമാണ് സങ്കല്പം. അതിൻ്റെ പിന്തുണ പോലെയാണ് ഈ കുട്ടികളെല്ലാം തൂക്കവലിയിൽ കയറ്റി അമ്മയ്ക്ക് മുലയൂട്ടുന്ന രീതിക്ക് ക്ഷേത്രത്തിന് ചുറ്റും തൂക്കം നടത്തി പ്രദർശനം നടന്നത്. ഒരു ക്ഷേത്രത്തെ ദേവിമാർക്ക് 2 ക്ഷേത്രങ്ങളുണ്ട് എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുറക്കാൽ തറവാടും തറവാട്ടിലെ കിണറും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. പുറക്കാൽ തറവാട്ടിലെ കിണറ്റിൽ നിന്നാണ് ദേവിയെ നമുക്ക് ലഭിക്കുന്നത്. അതൊരു അടക്കയുടെ രൂപത്തിൽ നിന്നാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അടക്ക മുറിച്ചപ്പോൾ അതിനകത്ത് സാളഗ്രാമം ഉണ്ടായിരുന്നെന്നും നമ്മുടെ പൂർവികനായിട്ടുള്ളൊരു മാന്ത്രികൻ അത് ഒരു സാളഗ്രാമം ചെപ്പിലാക്കി മുടി ഉണ്ടാക്കിയെന്നാണ് ഐതിഹ്യം. ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് സന്താനം തന്നെയാണ്. ഇവിടെ എന്താവശ്യത്തിന് ആര് വന്ന് ഏത് ദമ്പതികൾ വന്നും കൊല്ലങ്ങളായി സന്താനം ലഭിക്കാത്തത് നാനാജാതി മതസ്ഥർ, അതിപ്പോൾ മുസ്ലിങ്ങൾ വരെ വന്ന്
ഇവിടെ വന്ന് കരിക്ക് ജപിച്ച് കഴിച്ച് സന്താനം ലഭിച്ച് ആ സന്താനത്തെ കൊണ്ട് ഇവിടെ തൂക്കം നടത്തുന്ന പതിവുണ്ട്. നമുക്കിവിടെ 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് മൂലക്ഷേത്രവും വെങ്കഞ്ഞേരി ഉത്സവ ക്ഷേത്രമാണ്. ഇവിടെ നമ്മുടെ സാധാരണ തൂക്കം ദിവസമല്ലാതെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും പൂജകൾ നടക്കാറുള്ളത് ഈ മൂലക്ഷേത്രത്തിലാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭദ്രയും രുദ്രയുമാണ്. 2 ഭാവങ്ങളിലായിട്ടാണ് നമ്മളതിനെ ആരാധിച്ച് പോരുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് ബാക്കി ഉപദേവതകളായ ശിവനും നാഗരും ഗണപതിയും ഉപദേവതകളായി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിലുള്ള എല്ലാ മെയിൻ പൂജയെന്ന് പറഞ്ഞാൽ ഭദ്രകാളിക്ക് തന്നെയാണ്. നമുക്ക് ദിവസം രാവിലെ 5 മണിക്ക് നിർമ്മാല്യ പൂജ കഴിഞ്ഞാൽ 11:30-ക്ക് ഉച്ചപൂജ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ 6:45 സന്ധ്യ ദീപാരാധന. അത് കഴിഞ്ഞ് 7:30-ക്ക് അത്താഴ പൂജ. ഈ പൂജയോടുകൂടിയാണ് നമ്മളുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഈ 41 ദിവസം വൃശ്ചിക ചിറപ്പ് വരുമ്പോൾ നമുക്ക് 2 ക്ഷേത്രങ്ങളുള്ളത് കാരണം ആദ്യത്തെ ഒരു വർഷം ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ തൂക്കം നടക്കുന്ന ക്ഷേത്രത്തിലാണ് ഈ വൃശ്ചിക ചിറപ്പ് നടക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ തൂക്ക സമയത്ത് ഈ 10 ദിവസവും ഇവിടെ രാവിലെ 1-ാം ഉത്സവ ദിവസമായ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് വെങ്കഞ്ഞി ക്ഷേത്രത്തിലേക്ക് സാധാരണ എല്ലാ വാദ്യഘോഷാദികളോടുകൂടി അകമ്പടിയോടുകൂടി തന്നെയാണ് നമ്മളവിടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് പോകുന്നത്. അത് രാവിലെ 8 മണിക്ക് ആരംഭിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തിരിച്ച് ഇവിടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. വീണ്ടും വൈകുന്നേരം 3:30 മണിയോടുകൂടെ നമ്മളിവിടെ നിന്ന് എഴുന്നള്ളിച്ചതിന് ശേഷം ഒരു 6-6:30-ക്ക് പൂജ സമയമാകുമ്പോൾ നമ്മുടെ തൂക്കക്ഷേത്രത്തിലേക്ക് സാധാരണ രീതിയിൽ എത്തിച്ചേരാറുള്ളത്. അപ്പോൾ ഇതാണ് കൊല്ലങ്കോട്. ഈ ക്ഷേത്രത്തിന്റെ വിശ്വാസവും ചരിത്രവും അങ്ങനെ വെറുതെ പറഞ്ഞു തീരുന്നതല്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. നിങ്ങൾ ഇതുവരെ ഈ മണ്ണിലേക്ക് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം. വിശ്വാസത്തിന്റെ മറ്റൊരു ക്ഷേത്രവുമായി നമുക്ക് വീണ്ടും കാണാം.